പ്രിസൺ ഓഫീസർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ആദിഭാഷ്യയാണ്. എ ആണ് ആൻസർ. ദൈവദശകവും ശതകവും ദർശനമാലയും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിജ്ഞാപന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തതിന് തെറ്റായ പ്രസ്താവന സി ആണ് തെറ്റ്. ബാക്കി മൂന്നും ശരിയാണ്. മലബാറി വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്ന നേതൃത്വം നൽകിയത് ബസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, സ്പാനിഷ് മിഷണറിയായിരുന്ന ടിങ്കറ്റാം നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് സമുദ്രത്തിൻ്റെ ആധിപത്യത്തിനു വേണ്ടി കാട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യമാണ് പോർച്ചുഗൽ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുകയും ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1900, 1901. അടുത്തത്, തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരമാണ് ഇൻക സംസ്കാരം. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരമാണ് ഇൻക സംസ്കാരം. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് MGS നാരായണനാണ്. ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും ഉള്ളത് ആർഗണും കാർബൺ ഡൈ ഓക്സൈഡ്. 3 ആർഗൺ, 4 കാർബൺ ഡൈ ഓക്സൈഡ്. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ്. അടുത്ത, ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഹിമക്കരടി. ഹിമക്കരടി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം കൊച്ചി. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത 1. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി കോൺകേവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ ബാങ്ക് RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസമാണ്. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിരിക്കും. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം മൊണോസ്പോണിയാണ്. മൗലിക ഘടകമായി ഇന്ത്യൻ ഭരണഘടനയെ കൂട്ടിച്ചേർക്കപ്പെട്ട 42ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൻ്റെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 1978. ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ GV മാവ്ലങ്കറാണ്. പൗരത്വ ഭേദഗതി നിയമം 2019 ഡിസംബർ 11 പാസാക്കിയത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വരുമാന നികുതി. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക നീതി ആയോഗാണ്. ഭരണഘടന ഇതര സ്ഥാപനം. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 74. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് M. പരേത് പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം മിനിമം തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത് 100. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച് 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിൻ്റെ പേരെന്ന് വെച്ചാൽ ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. എന്താണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ്. 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം മണ്ണിലെ ലവണീകരണം തടയുക, മണ്ണിനെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് ജീവകം E. താഴെ പറയുന്ന മലേറിയയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് മലേറിയ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. പ്രസ്താവന Aയും Bയും ശരിയാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അന്തർവാഹിനിയുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർക്കിമിഡീസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുകയും ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത് X തരംഗമാണ്.
താഴെ പറയുന്ന നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് പാർട്സെക് ആണ്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 m ആഴമുള്ള ഒരു കിണറിൽ നിന്നും 5 മിനിറ്റ് കൊണ്ട് 400 കിലോ ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്രയാണ്? 1600 വാട്ട്. ഒരു ഏകാത്മിക മിശ്രിതമാണ് ഉപ്പുവെള്ളം. ഒരു ഏകാത്മ മിശ്രിതത്തിന് ഉദാഹരണമാണ് ഉപ്പുവെള്ളം എന്ന് പറയുന്ന ഏകാത്മ മിശ്രിതമാണ് ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം സാഹചര്യമാണ് മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ ഏതെല്ലാം വിഭാഗത്തിൽ ക്രമപ്പെടുന്നു? മിശ്രിതം, സംയുക്തം, മിശ്രിതമാണ്. മിശ്രിതം. അടുത്ത ക്വസ്റ്റ്യൻ, നിത്യവും ഉപയോഗിക്കുന്ന സോപ്പ് 2ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM- കൂടുതലായിരിക്കും, 70% കൂടുതലായിരിക്കും. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവലാണ് ആൽഫ. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുക ഏത് കായികനോ? റെസ്ലിംഗ് ആണ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാനാണ് ചിറയ്ക്കൽ തമ്പുരാൻ. സംഘകാല സാഹിത്യത്തെ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണികളിലെ അവസാന നിലമായ നെയ്ത് സൂചിപ്പിക്കുന്ന കടലോര പ്രദേശത്തെ ഗീതാഞ്ജലി. ഗ്രീക്ക് 2022 ബുക്ക് സമ്മാനം ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിലെ പരിഭാഷയാണ്? റേത് സമാധിയാണ്. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് റോങ്ലി സ്പെൽറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഹിലാരിയസ് ആണ്. അതായത് യഥാർത്ഥത്തിൽ തന്നെ HILARIOUS ആണ്. അടുത്തതെന്ന് വെച്ചാൽ ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഈച്ച് വൺ ഓഫ് നോട്ട് വൺ ഓഫ് ഇവയൊക്കെ വരുമ്പോൾ പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ്. പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ഈസ് ആണ് ഇവിടെ വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡ്രീമി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഡെലീരിയസ് ആണ്. ഷീ കാൺ ഡാഷ് ഹർ ഹസ്ബൻഡ് എനി ലോങ്ങർ ആണ്. ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ആണ്, സഹിക്കുക എന്നാണ്. പുട്ട് ഓൺ വിയർ ആണ്. പുട്ടപ്പ് റേസ്. പുട്ട് ഔട്ട് എക്സ്റ്റിങ്വിഷ് ആണ്. അടുത്ത ഷീ കുഡീൻ ഡാഷ് ടു ദ ന്യൂ സർക്കംസ്റ്റൻസ്. അഡാപ്റ്റ് ആണ്. ടു അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ആണ്. അഡാപ്റ്റ് എന്ന് വെച്ചാൽ വെൽ സ്കിൽഡ് ആണ്. അഡോപ്റ്റ് ടു ടേക്ക് എ ചൈൽഡ്. അസീവ് എന്ന് വെച്ചാൽ അംഗീകരിക്കുക എന്നാണ്. അടുത്തത് ഇഡിയമാണ്. ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ്. റീന റിപ്ലൈ ദാറ്റ് ഷീ വുഡ് കംപ്ലീറ്റ് ദ വർക്ക്. ഇവിടുത്തെ വിച്ച് ഈസ് ഇൻകറക്റ്റ് വേർഡ് ഇൻ ദ സെൻറ്റൻസ്? കംപ്ലീറ്റഡ് എന്നതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് ഐ വുഡ് ഹാവ് ബോട്ട് എ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആൻസർ യു ഹാഡ് കോൾഡ് മീ ഓൺ യുവർ ബർത്ത്ഡേ എന്നാണ്. അതായത് വുഡ് ഹാവ് വന്നിട്ടുണ്ട്. വുഡ് ഹാവ് പ്ലസ് V3 വരുമ്പോൾ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്നത്. അടുത്ത ഷീ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഐ ഓഫൺ കം ഹോം ലേറ്റ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ഐ ആണ് വരുന്നത്. അടുത്തത് പെൻസീവ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമിലർ വേർഡ് സ്പെക്കുലേറ്റീവ്, റുമിനേറ്റീവ്, തോട്ട്ഫുൾ എന്നാണ്. ഇനി അടുത്ത് മലയാളം ക്രമം അനുസരിച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വരുന്ന പദം ക്രമരഹിതമാണ്. കൈയക്ഷരം കൈ പ്ലസ് അക്ഷരമാണ്. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തി ചക്രവാളം, ചക്രവാളം, ചക്രശ്വാസമാണ്.